ഇത് ചേച്ചിയുടെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് ഇത്ര ക്ലാരിറ്റി. എൻ്റെ ഫോണിൽ നിന്നാണെങ്കിൽ ഇടയ്ക്ക് എന്നെ കാണാൻ കൂടി എനിക്ക് പറ്റാറില്ല. കുറച്ചു നേരം സ്വന്തം സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് വെറുതെ കുറച്ചു നേരം പുറത്തൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഉണ്ടായിരുന്നു കൂടെ, ഞങ്ങളവിടെ ചുറ്റും നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയത്. നല്ല ചൂട് കാരണം അവൻ തണലത്ത് അവിടെ കിടക്കാട്ടാ. ഇതാണ് ട്ടാ ഹാരി. ഉള്ളിൽ ജയന്റെ പോലത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര നാണായി. ഒരാളെന്റെ പിറകിൽ തന്നെ ഇരിക്കണ്ട് കേട്ടാ. ഉള്ളിലെ ടീഷർട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ നാണം കാരണം ഒരു ബട്ടൺസ് തുറന്ന് മാത്രം അവൻ കാണിച്ചത്. അത് അപ്പോഴേക്കും പോയി അവൻ ഡ്രസ്സും മാറ്റി അതങ്ങാണ്ട് ഗോവയിൽ പോണ പോലെ. കുഞ്ഞാണെങ്കിൽ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കോട്ടയിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടാ. പിന്നെ ഇതീ കാണുന്നതാണ് മാർക്കോയും പോളോയും. ഹാരി അല്ലാണ്ട് ഇവിടെ 2 പേരും ഉണ്ട് കേട്ടാ, മാർക്കോയും പോളോയും. പൊന്നു ഫുട്ബോളും കളിക്കാന്ന് പറഞ്ഞ് ഫുട്ബോൾ എടുത്ത് ഇറങ്ങിയിട്ടാ. ചേച്ചിയും ചേട്ടനൊക്കെ പുറത്തൊക്കെ ഉണ്ട്. ഇവനാണെങ്കിൽ കുറച്ചു നേരമായിട്ട് എന്നെ അന്യഗ്രഹ ജീവിനെ കണ്ട പോലെയാണ് ഇവന്റെ നോട്ടം. അത് കണ്ടിട്ട് എനിക്കും പേടിയായി. ഇതൊക്കെ അറിഞ്ഞ് പെട്ടെന്നാണ് ഒരാൾ ഉറക്കത്തിൽ നിന്ന് ചാടിപ്പടങ്ങി എണീറ്റ് വന്നത്. അച്ഛനും കുഞ്ഞും കൂടി അവിടെ സ്കേറ്റിങ് പഠിക്കുകയായിരുന്നു. വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് 3 പേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു. അവിടെ നിന്ന് കയറിയിട്ട് അമ്മയും ഞാനും ഒരുമിച്ചിരുന്ന പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക്. തൃശ്ശൂരിൽ നിന്ന് കയറിയപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നത്. നല്ല അടിപൊളി മണിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു കേട്ടോ.